നമുക്ക് ജസ്റ്റ് അശ്വിൻ ഭാസ്കറിനെ തന്നെ വിളിക്കാം. അശ്വിനെ കണ്ടോണ്ടിരിക്കാതെ ഈ കോപ്പിറൈറ്റ് ഒന്നും തന്നേക്കല്ലേട്ടാ, പാവൻ യൂട്യൂബ് ചാനലാണ്, നടന്നോട്ടെ. ഹായ് ഗൈസ്, അയച്ചുകൊണ്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. വെറും എക്സ്പീരിയൻസ് അല്ല, നമ്മൾ ഫോൺ, TV, അതേമാതിരി USB കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസുകളും വെച്ച് നമ്മളൊന്നൊരു എക്സ്പെരിമെൻറ്റ് നടത്താൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഹബ്ബ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹബ്ബ് ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വെച്ചിട്ട് എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് പറയാം. അപ്പോൾ ഇതാണ് കിൻസൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ 591 രൂപയ്ക്ക് മേടിച്ചതാണ്. 591 രൂപയ്ക്കാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 4 USB പോർട്സ് ഉണ്ട്, USB 3 പോർട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇത് എക്സ്റ്റേണൽ പവറും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കണക്ട്സ് അപ് ടു 4 USB 3.0 ഡിവൈസ് ടു യുവർ ലാപ്ടോപ്പ്, PC ഓർ ലാപ്ടോപ്പ്, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ്സ്, USB ഫ്ലാഷ് ഡ്രൈവ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. 2499 രൂപ എന്നൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിത് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് മേടിച്ചത്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഓപ്പൺ ഹിയർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ല പാക്കിംഗ് ഒക്കെയാണ്. ജസ്റ്റ് ഒന്ന് തുറക്കാം. ഓക്കെ, ഒരു ഹലോ ഒക്കെ ഉണ്ട്. kinsound.in എന്നാണ് ഇതിൻ്റെ പേര്. പാക്കിംഗ് ഒന്നും വലിയ ഗുണമൊന്നുമില്ല. സാധാരണ ചീപ്പ് പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹബ്ബായിട്ട് വരുന്നത്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സാധാരണ USB പോർട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൂടാണ്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈക്രോ USB പോർട്ടും കൂടെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ മെയിനായിട്ട് ഇത് മേടിക്കാനായിട്ടൊരു കാരണമായിട്ടുണ്ടായിരുന്നത്. ഒരു പവേർഡ് USB ഹബ്ബ് ഉണ്ടെങ്കിൽ പലതുണ്ട് ഗുണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോണിൽ പവേർഡ് USB ഹബ്ബ് കുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ പാരലലി ചാർജ് ആവും. അതുകൂടാണ്ട് തന്നെ കൂടുതൽ പവറുള്ള ഡിവൈസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൗസ് കുത്താം, കീബോർഡ് കുത്താം, ഇതേമാതിരിയുള്ള ഡിവൈസുകൾ നമുക്ക് USB അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതൊന്നാമത്തെ കേസ്. ഇനി അതല്ല, നിങ്ങളുടെ അടുത്ത് ഇത്തിരി കൂടെ പവർഫുള്ളായിട്ട് പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പോർട്ടബിൾ ഹാർഡ് ഡിസ്ക്കും ഈ പവേർഡ് USB ഹബ്ബ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടെസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണിൽ നമുക്കിപ്പോൾ മൗസ് കുത്താം, കീബോർഡ് കുത്താം. അപ്പോൾ നമുക്ക് ഈ എഡിഫയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഫുൾ റേഞ്ച് നമ്മുടെ ഈ USB സ്പീക്കർ ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ഹബ്ബ് വെച്ചിട്ട് നമ്മുടെ TVയിലും എഡിഫയറിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കും, നമ്മുടെ ഫോണിലും കണക്ട് ചെയ്ത് നോക്കും. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, കമ്പ്യൂട്ടറിൽ കുത്തുന്നത് എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് വർക്ക് ചെയ്യുമെന്ന് തന്നെ അറിഞ്ഞോടാ കേട്ടോ. വർക്ക് ചെയ്താൽ തന്നെ എന്താണ് വ്യത്യാസം, കമ്പ്യൂട്ടറിൽ കുത്തുന്നതായിട്ട് എന്താണ് വ്യത്യാസം, TVയിൽ കുത്തുന്നതായിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എൻ്റെ അടുത്ത് ഇതേമാതിരി തന്നെ പവർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഹബ്ബും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, അത് പക്ഷേ Type C വെച്ചിട്ടാണ്. അത് Type C ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പുതിയതായിട്ട് ഈ കിൻസൗണ്ടിൻ്റെ ഒരെണ്ണം കൂടെ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ഫോണാണിത്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് OTG എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. OTG ഉണ്ടോ. അപ്പോൾ OTG സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അത് ടേൺ ഓൺ ചെയ്യുക. ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ Type C ഹബ്ബ് നമ്മൾ കുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് എനേബിൾ ആയിട്ടുണ്ട്. ഇതെൻ്റെ USB സ്പീക്കേഴ്സാണ്. ഇത് എഡിഫയറിൻ്റെ എന്ന് പറഞ്ഞ കമ്പനിയുടെ R19U എന്ന് പറഞ്ഞൊരു സ്പീക്കറാണ്. ഇത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു സ്പീക്കറാണ്. നമ്മൾ ഈ സ്പീക്കറിൻ്റെ USB കണക്ഷൻ എടുത്ത് നമ്മൾ നമ്മുടെ ഫോണിലേക്ക് കുത്തുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് അശ്വിൻ ഭാസ്കറിൻ്റെ കാക്കയുടെ ഇതെടുക്കാം. ഇത് വേറെ ഒന്നും കൊണ്ട് എടുക്കണമല്ല, അശ്വിൻ ഭാസ്കർ ഇതിന് കോപ്പിറൈറ്റ് ഒന്നും അടിച്ച് കൈ തരരുത്. ഇതിന് അത്യാവശ്യം നല്ല ബീറ്റ്സും നല്ല രസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ USB ഫോണിൽ കുത്തിയിട്ടുണ്ട്. ഹബ്ബിൽ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പവർ ലൈറ്റ് ഓൺ ആയത് കാണാം. ചുവപ്പ് കളർ ലൈറ്റ് കത്തുന്നുണ്ട്, കണ്ടോ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഫോണിൽ കൂടെ കേൾക്കുന്നതല്ല, ഇത് ആക്ച്വലി നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്ന് കേൾക്കുന്നതാണ്, കണ്ടോ. കണ്ടോ, ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സൗണ്ടാണ്. ഇപ്പം നമ്മൾ ചെയ്തത് നമ്മുടെ ഫോണിൻ്റെ പവർ വെച്ച് തന്നെയാണ് നമ്മുടെ സ്പീക്കർ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അതിനാണ് നമ്മുടെ പവേർഡ് ഹബ്ബിൻ്റെ യൂസ് വരുന്നത്. അപ്പം നമ്മൾ ഒരു ചെറിയ USB എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പവർ പോർട്ടിൽ കുത്തുവാണ്.
കണ്ടോ? അപ്പോൾ ഞാൻ USB ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഇപ്പോൾ ചാർജിങ് മോഡിലേക്ക് കയറിയിട്ടുണ്ട്. കണ്ടോ? ചാർജിങ് ആയിട്ടുണ്ട് ഫോൺ. അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കറിന് പവർ കൂടി ഉണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് സെയിം ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു ഹബിൻ്റെ ഗുണം. അതായത് നമുക്ക് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പാട്ടും അതിനനുസരിച്ച് സ്ട്രീം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതേമാതിരത്തെ എന്തെങ്കിലും ഡിവൈസ് നമുക്ക് കുത്തി ചാർജും ചെയ്യാം. അതേപോലെ തന്നെ ഫോണിലേക്ക് നമുക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇഥർനെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഹബിൻ്റെ പ്രത്യേകത. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതേ സെയിം സംഭവം നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്യാൻ പോവാണ്. TV നമ്മുടെ MI TV ആണ്, ആൻഡ്രോയിഡ് TV ആണ്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ എഡിഫയറിൻ്റെ ബോക്സ് 2 നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടിവിയുടെ USB-യിൽ ഒരു എക്സ്റ്റൻഷൻ കോഡ് കുത്തി ഞാനിവിടെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഹബ്ബ് എടുക്കുകയാണ്. ഹബ്ബ് എടുത്തിട്ട് നമ്മൾ ഈ എക്സ്റ്റൻഷൻ കോഡിലേക്ക് നമ്മൾ കുത്തുകയാണ്. അതിനുശേഷം ഇതിൻ്റെ പവറിങ് ജസ്റ്റ് ഇത് വരുന്നത് നമ്മുടെ എഡിഫയറിൻ്റെ സ്പീക്കർ വരുന്നത് 1 ആംപിയർ ഔട്ട്പുട്ട് എടുക്കും. നമ്മുടെ ടി വിയിൽ അത്രയും ഔട്ട്പുട്ട് എടുക്കുമോ എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ പവർ നമ്മളൊന്ന് ജസ്റ്റ് കറണ്ടിലും കൂടെ കണക്ട് ചെയ്യാണ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ എഡിഫയറിൻ്റെ USB കോഡ് എടുത്ത് നമുക്ക് ഇതിലേക്കും കൂടെ ഒന്ന് കുത്താം. അപ്പോൾ ടി വിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഓഡിയോ സിസ്റ്റം മാത്രമല്ല കൊടുക്കുന്നത്, നമ്മളൊരു മൗസും കൂടെ കൊടുക്കാം. മൗസ് എടുക്കുമെന്നും കൂടെ അറിയാലോ. ഫോണിലെടുത്ത സ്ഥിതിക്ക് എന്തായാലും ടി വിയിൽ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ടി വിയിലും നമ്മൾ മൗസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൗസ് ഓടി നടക്കുന്നതാണ്. കണ്ട, ഇവിടെ യൂട്യൂബിൻ്റെ ഇവിടെ മൗസും നടക്കുന്നുണ്ട്. കണ്ട, അപ്പോൾ മൗസും വർക്ക് ചെയ്യും, ഓഡിയോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് അശ്വിൻ ഭാസ്കറിനെ തന്നെ വിളിക്കാം. അശ്വിനെ കണ്ടുകൊണ്ടിരിക്കാതെ ഈ കോപ്പിറൈറ്റ് ഒന്നും തന്നേക്കല്ലേട്ടാ, പാവൻ യൂട്യൂബ് ചാനലാണ്, നടന്നോട്ടെ. ടൈപ്പ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട്, നമുക്ക് കീബോർഡും കൂടെ കുത്താം. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഹബ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പല പരിപാടികളും ചെയ്യാം. നമുക്ക് കീബോർഡിൽ കുത്തി. ഓക്കെ, ഇപ്പം നമ്മുടെ ഹബ്ബിൽ നമ്മൾ മൗസ് കുത്തിയിട്ടുണ്ട്, ഈ സ്പീക്കർ കുത്തിയിട്ടുണ്ട്. സ്പീക്കർ ഓൾറെഡി എനേബിൾഡ് ആണ്, ചുവന്ന ലൈറ്റ് കത്തി. പിന്നെ കീബോർഡും കുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ അശ്വിൻ ഭാസ്കറിനെ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഞാൻ ഇനി ടി വിയിലൊന്നും ചെയ്യുന്നില്ല. അശ്വിൻ ഭാസ്കർ കാക്കമ്മ. മൗസ് വെച്ചിട്ടാണ് പിന്നെ എഴുതിയത്. കണ്ടോ, ടി വി നല്ല സൗണ്ട് കേൾക്കുന്ന സ്പീക്കറിൽ പാടിക്കോട്ടെ. ഉണ്ടോ? നല്ല ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റിനും ഡംപായിട്ട് ഉണ്ടായിരുന്ന കുറച്ച് ഡിവൈസ്, അതായത് പഴയ ടി വി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര സ്മാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതിന് നമ്മുടെ കീബോർഡ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, മൗസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ സ്പീക്കർ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അത്രയും ഇതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അഡീഷണലായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല, ഏതെങ്കിലും ഡിവൈസ് ടി വിയിൽ കണക്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ഇടുക കേട്ടോ. അതേമാതിരി തന്നെ ഫോണിൻ്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ ഫോണിലും കീബോർഡും മൗസും ഞാൻ എടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്പീക്കർ ഡ്രൈവ് ചെയ്യുന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു ഡ്രോബാക്ക് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം സ്പീക്കർ ഞാൻ ഇപ്പോൾ ബാക്കിലിരിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 10 ഇരട്ടി സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സൗണ്ടിൽ പാട്ട് കേൾക്കാൻ പറ്റും. ഇതിപ്പോൾ ടി വിയിലും ഫോണിലും കണക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കുറവ് സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10% സൗണ്ട് മാത്രമേ അതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എൻ്റെ അറിവിൽ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഒരു USB സ്പീക്കറിലേക്ക് ഡാറ്റ വഴിയാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഓഡിയോ സിഗ്നലിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി അല്ലെങ്കിൽ 5 വോൾട്ടിൻ്റെ ആ ഒരു പ്രശ്നമാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് താഴത്ത് കമൻറ്റായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത വീഡിയോ ആണ്. പിന്നെ ഇതേമാതിരത്തെ കുറച്ച് സംശയങ്ങളും ഉണ്ട്.
അറിയാവുന്നവർ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും പെട്ടിരിക്കുക. ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഓളിലിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.